പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്നലെ വലിയൊരു സംഭവം ഉണ്ടായി. നമ്മളെല്ലാം അറിഞ്ഞ സംഭവം കേട്ടോ. ഓപ്പറേഷൻ സിന്ദൂർ, പെൺമയുടെ ഉണ്മ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്നലെ പാകിസ്ഥാൻ തീവ്രവാദികളെ അടിച്ചമർത്തിയ കരുത്തുറ്റ വനിതാ കമാൻഡോകളെ അഭിമാനത്തോടെ ഓർക്കാൻ വേണ്ടിയാണ്. ദൃശ്യമാധ്യമങ്ങളിൽ ഇവരെ കണ്ടപ്പോൾ എൻ്റെ ഇൻസ്പിറേഷൻ ത്രിൽ എന്ന ചാനൽ ഉണർന്നു. ഊർജ്ജസ്വലമായി. ഇന്ത്യൻ പട്ടാളത്തിന്റെ ചരിത്രത്തിൽ വനിതകൾ മുൻനിരയിൽ നിന്ന് ഓപ്പറേഷൻ നടത്തി തീവ്രവാദികളെ അടിച്ചമർത്തി രാജ്യത്തെ പുളകം കൊള്ളിച്ചത് നിങ്ങൾ കണ്ടില്ലേ? അത് ലോകത്തിന് പ്രചോദനമായി. ദേശസ്നേഹത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് സ്ത്രീകൾ അടിച്ചമർത്തപ്പെടേണ്ടവളല്ല, പിന്നെയോ ഉയർത്തെഴുന്നേൽക്കപ്പെടേണ്ടവൾ ആണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ദിസ് ഈസ് ദി സോയിൽ ഓഫ് ഭാരത്. ഇത് ഭാരതത്തിന്റെ മണ്ണാണ്. ഇത് വെറുമൊരു ദേശമല്ല. ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ നേഷൻ. വീരത്വത്തിന്റെ ദേശമാണ്. ഇറ്റ് ഈസ് ദി ലാൻഡ് ഓഫ് ബ്രേവറി. ഇത് അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ധീരത പകരുന്ന ദേശമാണ്. അല്ലെ ദിനേശ? ഇന്നലെ നമ്മുടെ പെൺ കമാൻഡോകൾ അത് തെളിയിച്ചില്ലേ? ഭീഷണികൾക്ക് മുമ്പിൽ ഇന്ത്യ ഒരിക്കലും കുമ്പിടുമോ? ഇല്ല. പാകിസ്ഥാനിലെ തീവ്രവാദികൾ കിണറ്റിലേക്ക് കുതിച്ചു കടന്ന് നിങ്ങൾ ഇന്നലെ കണ്ടോ? പാവം അവർ ജീവനും കൊണ്ട് പേടിച്ച് ചാടുകയായിരുന്നു. ഒരു ദേശത്തിന്റെ ധൈര്യത്തിന്റെയും കരുത്തിന്റെയും ജാഗ്രതയും തെളിവാണിത്. നീതി നടപ്പാക്കാനുള്ള പ്രഖ്യാപനമായിരുന്നു അത്. ദുരന്തം വിധിച്ചവർക്കെതിരെ ചുട്ട നടപടി, ആ മറുപടി കൊടുക്കുവാൻ ഈ പ്രാവശ്യം മുൻപന്തിയിൽ നിന്നതാരാ? നമ്മുടെ അജയരായ വനിതാ കമാൻഡർമാരായിരുന്നു. നമുക്കവരെ അഭിമാനത്തോടെ ഓർക്കാം. കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷിയും വ്യോമസേനയിലെ വിംഗ് കമാൻഡർ വ്യോമി സിംഗുമാണ്. പെൽഗാമിൽ 26 പുരുഷന്മാരെ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിന് പകരം ചോദിച്ച് ഭീകരരെ കീഴ്പ്പെടുത്തിയത് 2 വനിതകൾ. ഒറ്റവാക്കി പറഞ്ഞാൽ, ഇന്ത്യ വെല്ലുവിളിച്ചാൽ ഇന്ത്യ മറുപടി പറയില്ല, പകരം ചുട്ടുതെറിപ്പിക്കും. അതല്ലേ സംഭവിച്ചത്. ഇനി നമ്മൾ സംസാരിക്കണം എന്തിനെ പറ്റിയാ? പെൺമയുടെ ഉണ്മയെ കുറിച്ച്. ഒരു പെൺകുട്ടി വീട്ടിൽ ജനിക്കുമ്പോൾ അവളെ നോക്കി നമ്മൾ പറയണം, ഇവളാണ് ഈ നാടിന്റെ മാറ്റത്തിന്റെ വെളിച്ചമെന്ന്, ഇവളാണ് അഭിമാനമെന്ന്. പെൺകുട്ടികളിലെ കണ്ണുകളിൽ സ്വപ്നങ്ങൾ കത്തുമല്ലേ? അവളുടെ ഹൃദയത്തിൽ കലയും കരുത്തും നിറയും. സ്ത്രീകൾ സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണേ. അവർക്ക് സ്നേഹിക്കാനുള്ള കഴിവ് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. യുക്തി കൊണ്ടോ തർക്കം കൊണ്ടോ അല്ല അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് പുരുഷന്മാരോട് എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട്. അവരെ സ്നേഹിക്കണം. സ്നേഹിച്ചാൽ അവരെല്ലാം നമുക്ക് തരും. ഉന്നത ശ്രേണിയിൽ എത്രമാത്രം സ്ത്രീകളാണുള്ളതല്ലേ? അവർ ചിലപ്പോൾ കായിക താരങ്ങളായേക്കാം, ശാസ്ത്രജ്ഞരായേക്കാം, സൈനികരായേക്കാം, അല്ലെങ്കിൽ സർവകലാ വല്ലഭയായേക്കാം. ഏത് വേണമെങ്കിലും അവൾക്ക് അതിന് അർഹതയുണ്ട്. നമ്മുടെ വീടുകളിൽ, വീഥികളിൽ, സ്ഥാപനങ്ങളിൽ പെൺകുട്ടികൾക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനുമുള്ള സ്ഥലം വേണം. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യേ. ഒരു പെൺകുട്ടി അർദ്ധരാത്രിക്ക് ഒറ്റയ്ക്ക് റോഡിലൂടെ നടക്കുമ്പോൾ അവളെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാൻ നിങ്ങളെ ആൺകുട്ടികളെ ഒന്ന് പറയൂ, അവരെ ഒന്ന് പഠിപ്പിക്കൂ. അവൾ പഠിക്കട്ടെ, സഞ്ചരിക്കട്ടെ, പ്രകാശിക്കട്ടെ. സ്ത്രീത്വം എന്നത് മഹത്തായ ഒരു പദവിയാണെന്നും അവൾ ആദരിക്കപ്പെടണം എന്നുമുള്ള ചിന്ത സമൂഹത്തിൽ വളർത്തിയെടുക്കണം. സ്ത്രീകളുടെ മഹത്വത്തെയും
പ്രാധാന്യത്തെയും തരം താഴ്ത്തുന്ന പരസ്യങ്ങളും സിനിമകളും നിയന്ത്രിക്കപ്പെടണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. പെൺമയുടെ നേർക്ക് ക്രൂരതയോടെ കൈയുയർത്താൻ ഇനിയെങ്കിലും ആർക്കും ഇവിടെ ധൈര്യം ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. സ്ത്രീ അടിച്ചമർത്തപ്പെടേണ്ടവൾ അല്ല, പകരം ഉയർത്തെഴുന്നേൽക്കപ്പെടേണ്ടവൾ ആണെന്നുള്ള തിരിച്ചറിവ് ഇനി ഇന്ന് നമുക്കുണ്ടാവും. പിതാവും സഹോദരനും ഭർത്താവും കൂട്ടുകാരനും തുടങ്ങി സകലരും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പെണ്ണ് ഒരു അഗ്നിയായി, ജ്വാലയായി സടകുടഞ്ഞെഴുന്നേറ്റാൽ അവളുടെ കോപാഗ്നിയിൽ, അഗ്നി താണ്ഡവത്തിൽ വെന്തു മരിച്ചു പോകും ഈ കിരാത സമൂഹം. ഓർത്തിരിക്കുക. ഇന്ന് നമ്മൾ രണ്ട് ഒളിച്ചോട്ടങ്ങളെയാണ് ചെറുത്ത് നിൽക്കുന്നത്. ഒന്ന്, പുറത്തു നിന്നും വരുന്ന തീവ്രവാദം, അല്ലേ? മറ്റൊന്ന്, ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന അന്യായം. നമ്മുടെ കമാൻഡുകൾ ജാഗ്രതയോടെ അതിജീവിച്ചാൽ നമ്മളും നമ്മുടെ മനസ്സും ഉണർന്നു പ്രവർത്തിക്കും. പെൺമയുടെ ശബ്ദത്തിന് അത് വെളിച്ചമാകും. അവളെ പിന്തുണയ്ക്കൂ, അവളെ സ്നേഹിക്കൂ, പരിഗണിക്കൂ. കരുത്തും കരുതലും ചേർന്നാൽ ഇന്ത്യ എന്ന മഹാദേശം വിജയം മാത്രം കാണും. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. നന്ദി, നമസ്കാരം.